ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ റെസ്റ്റോറൻറ്റ് സെയിൽസ് ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അതിനായി നമുക്ക് ഇവിടെ തന്നെ ഒരു ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്, സെയിൽസ് റെസ്റ്റ്. അതല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് F5 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെയിൽസ് റെസ്റ്റോറൻറ്റ് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ഫോം നമുക്ക് കാണാം. ഇതിൽ നമുക്കിപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. നമുക്കിവിടെ ആദ്യമായിട്ട് തന്നെ ഒരു ഐറ്റം വൈസ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഐറ്റത്തിൻ്റെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ പേര് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എ പ്രസ് ചെയ്തിട്ടുണ്ട്, എ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫിൽറ്റർ എല്ലാ ഐറ്റംസും നമുക്ക് ഫിൽറ്റർ ആയി കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഐറ്റം നെയിമിൽ ഏതെങ്കിലും ഒരു പാർട്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ആരോ കീ യൂസ് ചെയ്തിട്ട് ഐറ്റം സെർച്ച് ചെയ്തതിനു ശേഷം ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റിയുടെ കോളത്തിലേക്ക് ഫോക്കസ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി മാറ്റി കൊടുക്കാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് റേറ്റും നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് വീണ്ടും എൻ്റർ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്കിവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഗ്രൂപ്പ്സും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഗ്രൂപ്പ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ എല്ലാ ഗ്രൂപ്പിനും ഓരോ ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഐറ്റത്തിനും ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് ഇവിടെ ഒരു ടേബിളിലേക്ക് സെലക്റ്റഡ് ആയി കിട്ടും. അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഐറ്റംസ് നമുക്കിവിടെ ലിസ്റ്റ് ആയി കാണാം. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് മൗസ് യൂസ് ചെയ്യാതെ നോർമൽ ടച്ച് വിൻഡോ ആണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്ത് പോകാം. അതുപോലെ തന്നെ കീബോർഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഐറ്റം ഫിൽറ്റർ ചെയ്ത് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഐറ്റം ഇവിടെ കുറച്ച് ഷോർട്ട് കട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ബട്ടൺ എന്ന് വെച്ചാൽ നമുക്കൊരു ഓൺ കീബോർഡ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ജസ്റ്റ് ക്വാണ്ടിറ്റി മൈനസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ റോ സെലക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി ഇൻക്രിമെൻ്റ് ആവും. അതുപോലെ തന്നെ മൈനസ് പ്രസ് ചെയ്താൽ ക്വാണ്ടിറ്റി മൈനസ് ആവും. അതുപോലെ തന്നെ ഒരു ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് റിമൂവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് ഡിലീറ്റ് ആവും. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ ഇത് പ്രിൻറ്റ് KOT ആണ്. KOTയിലേക്ക് കിച്ചൺ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ച് ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഐറ്റം നമ്മുടെ കിച്ചണിലുള്ള പ്രിൻ്റർ മെഷീനിലേക്ക് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ കൊടുത്തിട്ട് ന്യൂ ബട്ടൺ ഉണ്ട്. അത് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഐറ്റംസ് നമുക്കിപ്പോൾ ക്ലിയർ ആവും. പിന്നെ നമുക്ക് ഒരു പ്രീവിയസ് സെയിൽസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് സെയിൽസ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി മുന്നേ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള എല്ലാ സെയിൽസും നമുക്ക് ഇവിടെ അന്നത്തെ സെയിൽസൊക്കെ കാണാൻ പറ്റും. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പിന്നെ KOT ലിസ്റ്റ്, KOT കിച്ചൺ ഓർഡർ ചെയ്ത എല്ലാം നമുക്കിവിടെ തന്നെ ലിസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് പറ്റും. ഇവിടെ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. പേയ്മെൻറ്റ് മെത്തേഡ്സിൽ നമുക്ക് കസ്റ്റമർ ഫോൺ പേ, ഗൂഗിൾ പേ, അങ്ങനെ പേടിഎം ഏത് വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്കിവിടെ സെലക്ഷൻ. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമുക്ക് ഏതാണോ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അതിനൊരു നമുക്ക് ഏതാണോ അക്കൗണ്ട് അതിൻ്റെ ഒരു ഇമേജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്വിക്ക് ആക്സസിലേക്ക് ആ ഒരു ഓപ്ഷൻ ഒരു ബട്ടൺ കൂടി ആഡ് ആയി വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ജസ്റ്റ് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഏതാണെന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് നമുക്ക് ഈ ഒരു സെയിൽ ട്രാൻസാക്ഷൻ മൂവ് ആവുന്നതാണ്. അതുവഴി നമുക്ക് ഇപ്പോൾ ഫോൺ പേയിൽ എത്ര നമ്മൾ സെയിൽസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഗൂഗിൾ പേ വഴി എത്ര നമുക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ലിസ്റ്റും റിപ്പോർട്ടൊക്കെ നമുക്ക് മന്ത്ലി ഡെയിലി ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് നോട്ട്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കിച്ചൺ ഓർഡറിലേക്ക് പോകുമ്പോൾ വിത്തൗട്ട് ഷുഗർ ആണെങ്കിൽ ജസ്റ്റ് വിത്തൗട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ പേരിൻ്റെ കൂടെ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റും കൂടി ആഡ് ആവും. അതുവഴി നമുക്ക് കിച്ചണിലുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഐറ്റത്തിൻ്റെ നെയിമിൻ്റെ കൂടെ ഒരു ഷോർട്ട് നോട്ട്സും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ജസ്റ്റ് കിച്ചൺ ഓർഡറിലേക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് റെസിയുടെ ക്യാഷ് കിട്ടാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് F2 പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ ഫോക്കസ് റെസിയുടെ ക്യാഷിലേക്ക് മാറും. അതുവഴി നമുക്ക് കസ്റ്റമറിന് എത്രയാണ് ബാലൻസ് എത്രയാണ് കൊടുക്കാനുള്ളത് എന്നുള്ള കറക്റ്റ് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് സെയിൽസ് അണ്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ
നമ്മുടെ ഷോപ്പിലുള്ള ഏത് എംപ്ലോയീസിൻ്റെ വഴിയാണോ നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടുന്നത്, ഇതൊക്കെ നമുക്ക് സെറ്റിങ്സിൽ പോയി ഡിസേബിൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കസ്റ്റമർ സെലക്ഷൻ, അതുപോലെ തന്നെ കസ്റ്റമർ മൊബൈൽ, അതുപോലെ തന്നെ ക്യാഷ് ഓർ ക്രെഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് സെയിലാണോ അതോ ക്രെഡിറ്റ് സെയിലാണോ എന്നുള്ളത്. ക്രെഡിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമർ സെലക്ഷൻ മാൻഡേറ്ററി ആണ്. പിന്നെ നമുക്ക് ഒരു ടേബിൾ സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഷോപ്പിലുള്ള ടേബിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കണം നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ. അതുപോലെ തന്നെ നമുക്ക് പിന്നെയുള്ള ഒരു ഓപ്ഷൻ, നമുക്ക് ജസ്റ്റ് ടേബിൾസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ടേബിൾ, നമ്മൾ ഏത് ടേബിളാണോ ആ ഒരു ടേബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ വേണ്ട ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുക. അതിനുശേഷം പ്രിന്റ് KOT കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ആ ഒരു KOT പ്രിന്റ് നമുക്ക് പോയിട്ടുണ്ടാവും. നമ്മുടെ പ്രിന്റർ ഓൺ ആണെങ്കിൽ നമ്മൾ ആ ഒരു പ്രിന്ററൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഏത് പ്രിന്ററിലേക്കാണോ KOT കിച്ചൺ ഓർഡർ പോകേണ്ടത്, അതുപോലെ തന്നെ സെയിൽസിൻ്റെ ഏത് പ്രിന്ററിലേക്കാണോ പോകേണ്ടത്, ഇതൊക്കെ നമുക്ക് സെറ്റിങ്സിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിച്ചണിൽ തന്നെ 2 പ്രിന്റർ ഉണ്ടാവും. ഗ്രൂപ്പ് വൈസ് നമുക്ക് പ്രിന്റർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫുഡ് ഐറ്റംസിന് നമുക്ക് വേറൊരു പ്രിന്ററാണ്, അതുപോലെ തന്നെ ജ്യൂസിന് വേറൊരു കൗണ്ടർ ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് വൈസ് നമുക്ക് പ്രിന്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൻ്റെ ഐറ്റംസ് ഒക്കെ ഗ്രൂപ്പിൻ്റെ നമ്മുടെ ഈ ഒരു ജ്യൂസിൻ്റെ കൗണ്ടറിലേക്കും, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ മറ്റൊരു കൗണ്ടറിലേക്കും നമുക്ക് സെപ്പറേറ്റ് KOT പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടേബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേബിളിൽ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ ലിസ്റ്റ് ആയി കിട്ടും. പിന്നെ നമുക്ക് ജസ്റ്റ് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ Ctrl+S പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് സേവ് ആയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ടേബിൾ മെർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ ടേബിൾ ജോയിൻ, അതുപോലെ ടേബിൾ സ്പ്ലിറ്റ്, അതുപോലെ തന്നെ ടേബിൾ സ്വാപ്പ് എന്നിങ്ങനെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ ജോയിൻ ആണെങ്കിൽ നമുക്കിപ്പോൾ ടേബിൾ 1 നമ്മൾ ഓൾറെഡി സെലക്റ്റഡ് ആണ്. ടേബിൾ 2 ആയിട്ട് നമുക്കിവിടെ ഇത് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക, അത്രയും വേണ്ട. നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ടേബിൾസും നമുക്കിവിടെ ലിസ്റ്റഡ് ആയി വരും. ഏതൊക്കെ ടേബിളാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ആ ഒരു ടേബിളൊക്കെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് സേവ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ടേബിൾ 1 ഇത്രയും ഐറ്റംസ്, നമുക്ക് വേണ്ട ഐറ്റംസ് മാത്രം നമുക്ക് മറ്റൊരു ടേബിളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഏത് ടേബിളിലേക്കാണോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ടേബിൾ നമുക്കിവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റം നമുക്ക് സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റം മറ്റൊരു ടേബിൾ 2ലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ആയി കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഒരു സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ടേബിൾ 1 എൻ്റയർ ആയിട്ട് നമുക്ക് ടേബിൾ 2ലേക്ക് സ്വാപ്പ് ചെയ്യാം. പിന്നെ നമുക്കിപ്പം ഗ്രൂപ്പും ഒരു ഐറ്റമും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഐറ്റം മാസ്റ്ററിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നെയിം നമുക്കിവിടെ ഒരു ജസ്റ്റ് ടെസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പ് നെയിം കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്രൂപ്പിനൊരു ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രിന്റർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കിച്ചണിൽ തന്നെ സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു ജ്യൂസിന് വേറെ കൗണ്ടർ, അതുപോലെ തന്നെ വേറെ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ തന്നെ സെപ്പറേറ്റ് വേറെ പ്രിന്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഓരോ ഗ്രൂപ്പിനും അനുസരിച്ചിട്ട് പ്രിന്റർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള ഒരു ഐറ്റം നമ്മൾ കിച്ചൺ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, KOT ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്ററിലേക്കാണ് അത്ര ഐറ്റംസിന്റെ ലിസ്റ്റും പോവുക. അതായത് ആ ഒരു ഐറ്റം, അതുപോലെ തന്നെ ടേബിളിന്റെ പേര്, കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രിന്റർ ഏതാണോ ആ ഒരു പ്രിന്ററിലേക്ക് പോകും. അതല്ലെങ്കിൽ നമുക്ക് ഒറ്റ പ്രിന്റർ ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രിന്റർ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റർ ഏതാണോ അതിലേക്ക് നമുക്ക് കിച്ചൺ ഓർഡർ പോകുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഗ്രൂപ്പിന് അണ്ടറിൽ നമുക്കൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഒരു ടെസ്റ്റ് ഐറ്റം എന്ന പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഗ്രൂപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. MRP സേവ് റേറ്റ് ജസ്റ്റ് നമുക്കൊരു റേറ്റ് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഐറ്റം സേവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു ഐറ്റത്തിന് ഇമേജ് വേണമെങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ ട്രാൻസാക്ഷൻ സെയിൽസ് റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പും കൂടി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇമേജ് നമുക്ക് നമ്മൾ ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടണായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ ലിസ്റ്റ് ആയി കിട്ടുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് ആഡ് ആവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് നോർമലി വർക്ക് ചെയ്യുന്നത്. തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഈ ടേബിൾ ജസ്റ്റ് മൗസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എത്ര സമയമായിട്ട് ഈ ഒരു ടേബിൾ ആക്റ്റീവ് ആണെന്നുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ എത്രയാണ്, അതുപോലെ തന്നെ ഡ്യൂറേഷനും, അതുപോലെ തന്നെ ടോട്ടൽ എത്രയാണ് ആ ഒരു ടേബിളിൽ ഇപ്പോൾ നമുക്ക് ബില്ലായിട്ടുള്ളതെന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാവുന്നതാണ്. ഒരു കസ്റ്റമർ എത്ര സമയം ഈ ഒരു ടേബിൾ ചെലവഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു ടേബിളിലേക്ക് ഇത്ര സമയത്തിനുള്ളിൽ എത്ര ക്യാഷ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ജസ്റ്റ് മൗസ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ടേബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേബിളിലുള്ള ഐറ്റംസ് മൊത്തം നമുക്ക് ലോഡായി വരും. നമുക്ക് അവിടെ ജസ്റ്റ് കൺട്രോൾ എസ് അടിച്ചിട്ട് നമുക്കിത് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ടേബിളിലും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അതായത് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫീൽഡ് നമുക്ക് കാണണോ ആ ഒരു ഫീൽഡ്സ് ഒക്കെ നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടുള്ള കോളംസ് മാത്രമേ നമുക്ക് ലിസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ഇപ്പോൾ വരുന്ന എല്ലാ സോഫ്റ്റ്വെയർസിലും നമുക്ക് എല്ലാം ഈ റെസ്റ്റോറൻറ്റ് ഫോംസും എല്ലാം വളരെ കളർഫുൾ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും ഇവിടെ ജസ്റ്റ് തീംസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റിംഗ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ സെറ്റിംഗ്സിൽ പോയാൽ നമുക്ക് വേണ്ട തീംസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മെനൂസിൻ്റെ കളർ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് ആണെങ്കിൽ അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഈ ഒരു സെയിൽസ് ലിസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു ബില്ല് നമുക്കിവിടെ കാണാം. നമ്മൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബില്ല് നമുക്കിവിടെ വീണ്ടും ലോഡായി വരും. നമുക്കിത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് വേണ്ടി ക്വാണ്ടിറ്റി മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കിച്ചൺ ഓർഡർ നമുക്ക് പെൻഡിങ് ആണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു KOT ലിസ്റ്റിൽ കിട്ടും. നമുക്ക് ജസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് ഐറ്റം ആഡ് ചെയ്തു. ജസ്റ്റ് ടേബിൾ സെലക്ട് ചെയ്യൂ, എന്നിട്ട് നമ്മൾ ഒരു കിച്ചൺ ഓർഡർ പ്രിന്റ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു KOT ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് നമുക്ക് കൊടുക്കും. ഈ ഒരു ടേബിൾ നമ്പറിൽ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ പേരോടുകൂടി നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് ഇവിടെ ലോഡായി കിട്ടും. നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പ്രിന്റ് KOT നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇത്രയും ഐറ്റംസ് നമ്മൾ കിച്ചണിലേക്ക് ഇപ്പോൾ നമുക്ക് സെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കസ്റ്റമർ പറയുന്ന ഒരു കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പ്ലസ് ക്ലിക്ക് ചെയ്ത് ക്വാണ്ടിറ്റി 2. ഇനിയിപ്പോൾ ഒരു KOT പ്രിന്റ് ഒന്നുകൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ഐറ്റം, അതായത് സിംഗിൾ ടീൻ്റെ പ്രിന്റ് മാത്രമേ നമുക്കിപ്പം കിച്ചൺ ഓർഡറിലേക്ക് പോകും. അതായത് പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഓൾറെഡി പോയിട്ടുള്ളതിൻ്റെ പോവാതെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഏതാണോ അതിൻ്റെ ഒരു പ്രിന്റ് കോപ്പി മാത്രം നമ്മുടെ കിച്ചൺ ഓർഡറിലേക്ക് പോകും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സെയിൽസ് റെസ്റ്റോറൻറ്റ് ഒരു ഫോമിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ മാസ്റ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ നമുക്കവിടെ നമ്മുടെ സെയിൽസ് റെസ്റ്റോറൻറ്റ് ഫോമിൽ നമുക്കിവിടെ ലിസ്റ്റായി കാണാം. ഇതൊക്കെ നമുക്ക് ഒരു ലിമിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള അത്രയും നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ടേബിൾസിനും ലിമിറ്റ് ഇല്ല. നമുക്ക് നമ്മുടെ ഷോപ്പിൽ എത്ര ടേബിൾ ഉണ്ടോ അത്രയും ടേബിൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇവിടെ ജസ്റ്റ് ഇതുപോലൊരു സ്ക്രോൾ ബാർ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്തതിനു ശേഷം നമുക്ക് സെലക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതിൽ നമ്മളിപ്പോൾ ഇത്ര ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പം കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.